ഇടുക്കി അടിമാലി മച്ചിപ്ലാവിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തം. ആശുപത്രി നിർമ്മാണത്തിനായി ഗ്രാമപഞ്ചായത്ത് ഭൂമി വിട്ടു നൽകിയിട്ടും തുടർ ജോലികൾ ഇഴയുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പി കുര്യാക്കോസ് പറഞ്ഞു. അടിമാലി മച്ചിപ്ലാവിൽ അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രഖ്യാപനത്തെ ദേവികുളം താലൂക്കിലെ ആളുകൾ വലിയ പ്രതീക്ഷയോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. ആശുപത്രി നിർമ്മാണത്തിനായി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഒരേക്കറിലധികം ഭൂമി വിട്ടു നൽകുകയും ചെയ്തു. എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഭൂമി വിട്ടു നൽകിയിട്ടും തുടർ ജോലികൾ ഇഴയുകയാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പി കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ആശുപത്രിയുമായി ബന്ധപ്പെട്ട തുടർ ജോലികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ബാബു പി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രി എന്ന് പറഞ്ഞാൽ അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. ഇത് നെടുങ്കണ്ടം മുതൽ ഉള്ള ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാന്തല്ലൂർ, മറയൂർ മേഖല, മാങ്കുളം, അങ്ങനെ പടിക്കക്കുടി, കഞ്ഞിക്കുഴി, ഈ മേഖലയിൽ നിന്നെല്ലാം ആളുകൾ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വരുന്നത് പോലും നമ്മുടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് മച്ചിപ്ലാവിലാണ് ആശുപത്രി നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നവജാത ശിശുക്കൾ പിറക്കുന്ന ആശുപത്രികളിലൊന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി. മച്ചിപ്ലാവിൽ അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമായാൽ തോട്ടമേഖലയിലെയും ആദിവാസിയിടങ്ങളിലെയും ആളുകൾക്ക് ഇത് കൂടുതൽ പ്രയോജനകരമാകും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആശുപത്രിക്കായുള്ള ആവശ്യം ശക്തമാകുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.